ഗൈസ് നമ്മൾ കക്കാശി കറ്റാക്കി എന്ന് പറയുന്ന ഷിനോബിയുടെ കഥയാണ് കാണാൻ പോകുന്നത്. ദ ഷിനോബി വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉച്ചീഹ അല്ലാത്ത ഷെറിങ്ങൻ ഓൺ ചെയ്ത സുസാനുവിനെ ഓൺ ചെയ്ത വലിയൊരു മനുഷ്യനാണ് നമ്മുടെ കക്കാശി കറ്റാക്കി എന്ന് പറയുന്ന വലിയ ഷിനോബി. ഇന്ന് ഈ ഷിനോബിയുടെ കഥയാണ് കാണാൻ പോകുന്നത്. അമ്മയില്ലാതെ അച്ഛൻ്റെ കൂടെ വളരുകയാണ് കക്കാശി കറ്റാക്കി. പക്ഷെ കക്കാശി കറ്റാക്കയുടെ അപ്പൻ്റെ പേരാണ് സാക്കുമോ. സാക്കുമോ തന്നെ സാക്കുമോ സൂസൈഡിൽ മരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സാക്കുമോന് ശേഷം അപ്പോൾ സാക്കുമോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവൻ മരിക്കുകയാണ്, എന്തോ ഒരു പ്രശ്നമായി മരിക്കുകയാണ്. അതിനുശേഷം അവൻ കൊച്ചുനാളിൽ തന്നെ നമ്മുടെ മൈറ്റ് ഗായിനെ മീറ്റ് ചെയ്യുകയാണ്. മൈറ്റ് ഗായിനെ ആദ്യമേ തന്നെ അവൻ മീറ്റ് ചെയ്യും. മൈറ്റ് ഗായിൻ്റെ അച്ഛനാണെങ്കിൽ മൈറ്റ് ഡൈ ആണെങ്കിൽ മൈറ്റ് ഗായിനെ പിടിച്ചാൻ വെച്ചേക്കുവാണ് ഗൈസ്. മൈറ്റ് ഗായിനെ വലിയൊരു ഷിനോബി ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അവിടെ മൈറ്റ് ഗായ് ആണെങ്കിൽ ഷിനോബി ആകാനുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കക്കാശിയെ മീറ്റ് ചെയ്യുന്നു, സാക്കുമോനെ മൈറ്റ് ഡൈയെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഷിനോബീസ് ആകുന്നു. അതിൻ്റെ മൈറ്റ് ഡൈ ദ ബീസ്റ്റ് ആണ്. മൈറ്റ് ഡൈ എന്ന് പറയുന്നത് വലിയ ബീസ്റ്റ് ആണ്. അതേപോലെയാണ് നമ്മുടെ സാക്കുമോ വൈറ്റ് ഫാങ് ഓഫ് ദി ലീഫ് എന്ന് പറയുന്ന നമ്മുടെ സാക്കുമോ അറ്റാക്കെ രണ്ടുപേരും പവർഫുൾ ആയിട്ടുള്ളവരുടെ മക്കളാണ് ഗൈസ്. അതിന് ശേഷം നമ്മുടെ കക്കാശി ഒറ്റപ്പെടുന്നു. അതിനുശേഷം മിനാട്ടോ നാമിക്കാസെ എന്ന അവന് സെൻസേൻ്റെ കൂടെ ഇരിക്കുന്നു. ഒബീറ്റോ അതിനകത്തുണ്ട്, നമ്മുടെ റിന്നു അതിനകത്തുണ്ട്. അപ്പോൾ ഗൈസ് ഒബീറ്റോ റിന്നു എല്ലാവരും നമ്മുടെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ മിനാട്ടോ നാമിക്കാസയാണ് ഇവരുടെ സെൻസേ. അപ്പോൾ സെൻസേ ഇവർ ഭയങ്കര ഇതാകുന്നു, പിന്നെ വലിയ പവർഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആകുന്നു, വലിയ ഇതാകുന്നു. അതിനുശേഷം തേർഡ് ഗ്രേറ്റ് നിഞ്ച വാർ നടക്കുന്നു. അപ്പോൾ നമ്മുടെ മദാറയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് മദാറയാണ്. ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിൽ മദാറ തന്നെയാണ്, തേർഡ് ഗ്രേറ്റ് നിഞ്ച വാറിൽ മദാറ തന്നെയാണ്. അങ്ങനെ മദാറയാണെങ്കിൽ വലിയ അറ്റാക്ക് ഒക്കെ നടത്തുന്നു. അത് നമ്മുടെ കക്കാശിയുടെ മേത്ത് വീഴാൻ പറ്റുന്നു. പക്ഷെ ഒബീറ്റോ രക്ഷിക്കുന്നു. ഇതിനുശേഷം ഒബീറ്റോയുടെ മേത്ത് വീഴുന്നു. അതിനുശേഷം ഒബീറ്റോൻ്റെ ഒരു ഷെറിങ്കനാണെങ്കിൽ നമ്മുടെ കക്കാശിക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഒബീറ്റോനെ അതിനുശേഷം ഒബീറ്റോയുടെ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു ഒബീറ്റോൻ്റെ കഥ. അങ്ങനെ കക്കാശിക്ക് കൊടുത്തതിന് ശേഷം വരികയാണ്. അങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷം നമ്മുടെ ലീഫ് വില്ലേജിനും വേറൊരു വില്ലേജിനും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയാതെ റിന് ഇടയിൽ കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ കക്കാശി ആണെങ്കിൽ വലിയ പവർഫുൾ ആയിട്ടുള്ള അടുത്ത വില്ലേജിലുള്ള എല്ലാവരെയും ചിഡോറി വെച്ച് അടിച്ചടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരും വിചാരിച്ചില്ല കക്കാശിയെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന്. എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനൊരു ഷെറിങ്ങൻ ഉണ്ടല്ലോ, ആ ഷെറിങ്ങൻ കാരണം അടുത്ത വില്ലേജിലുള്ളവരുടെ നിഞ്ചയുടെ പവർ തന്നെ കോപ്പി ചെയ്ത് അവരെ തന്നെ അടിച്ചിടുകയാണ്. ആരും വിചാരിച്ചില്ല അങ്ങനെ പറ്റുമെന്ന്. അങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റിൻ അതിൻ്റെ ഇടയിൽ കയറുന്നു. പെട്ടെന്ന് അവൻ അടിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്ന് റിന്നിൻ്റെ ഗൈസ്. അതാണ് ഇത്ര പവർഫുൾ ആകുമ്പോഴാണ് നമ്മുടെ റിൻ അതിൻ്റെ ഇടയിൽ കയറുന്ന റിന്നിൻ്റെ മേത്ത് ആ ചിഡോറി അറിയാതെ കയറുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ റിൻ മരിക്കുന്നു. അത് ഒബീറ്റോ കാണുന്നു. ഒബീറ്റോ വലിയ വില്ലനാകുന്നു. ഇതൊക്കെ നമ്മുടെ സ്റ്റോറി നമ്മൾ പറഞ്ഞതാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ കക്കാശി അറ്റാക്ക് അല്ലേ പറയുന്നത്. അപ്പോൾ കക്കാശി അറ്റാക്ക് അങ്ങനെ ഭയങ്കര ഒരു വിഷമത്തിൽ അവൻ ഇങ്ങനെ ഇരിക്കുന്നു. മൈറ്റ് ഗായനെ കാണുന്നു. മൈറ്റ് ഗായിലൂടെ നടക്കുന്നു. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ കക്കാശി ഭയങ്കര സാഡിലാണ് നടക്കുന്നത്. അങ്ങനെ അവൻ്റെ സെൻസേ അവൻ മരിക്കുന്നു. സെൻസേ ലോസ് ചെയ്യുന്നു. അവൻ മരിക്കുന്നു. മിനാട്ടോ മരിക്കുന്നു. ശേഷം നറൂട്ടോ ഉണ്ട്. ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെ നമ്മുടെ കക്കാശി അറ്റാക്ക് വലുതായി ഒരു സെൻസേയായി മാറുന്നു. അതാണ് കക്കാശി സെൻസേ എന്ന് പറയുന്നത്. അതായത് പറഞ്ഞത് ടീം 7 നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാക്കുറ 3 പേരും ദ ടീം 7 എന്ന് പറയുന്ന 3 പേര് ഭയങ്കര പവർഫുൾ ആണ്. ഇവരുടെ സെൻസയാണ് നമ്മുടെ കക്കാശി അറ്റാക്ക് എന്ന് പറയുന്നത്. അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള കക്കാശി അറ്റാക്ക് എന്ന് പറഞ്ഞ കക്കാശി അറ്റാക്ക് വലിയ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഫൈറ്റിൻ്റെ ഇടയിൽ മദാറ കണ്ണു മോഷ്ടിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. അതിന് നടന്നതിന് ശേഷം
നമ്മളിപ്പോൾ അതെല്ലാം നടന്നതിന് ശേഷം അവസാനം നമ്മുടെ ഒബീറ്റോ എൻഡ് ഷെറിങ്ങിനും കൊടുക്കുകയാണ്. ഗൈസ് അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പവർസും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഒബീറ്റോ നമ്മുടെ കക്കാശി രക്ഷിക്കുകയാണ്. ഒബീറ്റോ ഒരു സുസാനുവിനെ തന്നെ എടുക്കുകയാണ് ഗൈസ്. ഇത് ഉച്ചീക അല്ലാഞ്ഞിട്ട് എടുക്കുന്നത് വലിയ കഷ്ടമാണ്. പക്ഷെ നമ്മുടെ കക്കാശി വെറും സിമ്പിളായിട്ട് എടുക്കുന്നു ഗൈസ്. ഇത്രയും പവർഫുൾ ആയിട്ട് നമ്മുടെ കക്കാശി ആ സുസാനുവിനെ എടുക്കുന്നു. നമ്മുടെ ഉച്ചീക ആയിട്ടുള്ള സാസ്കി അത് കണ്ടിട്ട് സാസ്കെ വലിയ അത്ഭുതപ്പെടുന്നു. ഇത് നമ്മുടെ കക്കാശിയാണോ ഇതെന്ന് പറയാണ്. നമ്മൾ നറൂട്ടോ പറയാണ് ഹീസ് എ കോപ്പി നിഞ്ച, ഹീ ക്യാൻ ഡു എനിത്തിങ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കക്കാശി ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് എല്ലാം അവൻ ചിഡോറി വെച്ച് തെറിപ്പിക്കുകയാണ്. അവൻ്റെ പവർ കാരണം കഗുയനെ വരെ വെട്ടി വീഴ്ത്തുകയാണ് ഗൈസ്. ഇത്ര പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ കക്കാശി ആർക്ക് എന്ത് ചെയ്യാൻ കാര്യം, അത്രയും വരെ പവർഫുൾ ആയിട്ടുള്ള കക്കാശി ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം കക്കാശി വലിയ പവർഫുൾ ആകുന്നു, ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുന്നു. അവന് ഭയങ്കര പവർഫുൾ ആയിരുന്നു. പക്ഷെ ഒരു സംശയം കാണുമല്ലേ, എങ്ങനെ കക്കാശിക്ക് ആ മുറിവ് വന്നതല്ലേ? അത് ഞാൻ പറയാം. ഒരു ദിവസം ഫൈറ്റിന്റെ ഇടയിൽ കക്കാശിക്ക് വെട്ട് വീഴുകയാണ്. അവൻ ഒരു കത്തി വെച്ച് ഒരുത്തൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വെട്ട് വീഴുകയാണ്. അന്ന് വെട്ട് വീഴുന്ന കണ്ടു നമ്മുടെ ഒബീറ്റോയ്ക്ക് ദേഷ്യം വന്ന ദിവസമാണ്. ആ ദേഷ്യത്തിൽ ഉച്ചീകയുടെ പവർ വെളിവന്ന് ആ ഷെറിങ്കൻ ഒബീറ്റോയ്ക്ക് ആക്റ്റീവ് ആകുന്നത്. ആ കക്കാശിയുടെ ആ വലിയൊരു മുറിവ് കാരണമാണ് ഒബീറ്റോയ്ക്ക് പവർ കിട്ടുന്നത്. അന്ന് ആക്റ്റീവ് ആകുന്നതാണ് ഒബീറ്റോ. ഇന്ന് വരെയോ ആ ആക്ടിവേഷൻ തീർന്നില്ല ഗൈസ്. അത്രയും വലിയ പവർഫുൾ ആണ് ഒബീറ്റോ. അതിനെ പോലെ നമ്മുടെ കക്കാശി തെറിപ്പിക്കുന്ന സീനാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കക്കാശി ഇരിക്കുകയാണ് ഗൈസ്. ഇതാണ് കക്കാശിയുടെ സ്റ്റോറി. അടുത്ത നമ്മുടെ റിന്നിന്റെ സ്റ്റോറിയാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു, ടാറ്റാ. താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്, താങ്ക് യു ഫോർ